അതിപ്പം മലമ്പുഴ മാത്രമല്ല, കേരളത്തിലെ മൊത്തം ഒരു മാറ്റത്തിന് തയ്യാറായിട്ട് ആളുകൾ ഇരിക്കുകയാണ്. ജനങ്ങളുടെ മനസ്സിൽ എന്താണെന്നുള്ളത് കൃത്യമായി നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. പക്ഷേ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചിട്ട് മലമ്പുഴയിൽ പ്രഭാരം ഓക്കെയാണ്, പ്രഭാരം ജയിക്കും. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ ഭൂരിപക്ഷം എന്തായാലും കിട്ടില്ല. കാരണം BJPയുടെ വളർച്ച അത്രയ്ക്ക് മാത്രം ഇപ്പോൾ ഈ കുടുംബ പഞ്ചായത്തിൽ നിലവിലുണ്ട്. ഇത്ര കാലം കിട്ടാത്ത പഞ്ചായത്തിലടക്കം അവർ കയറിയിട്ടുണ്ട്. പഞ്ചായത്തിലടക്കം 3 സീറ്റുകളും അവർ പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ മലമ്പുഴ മണ്ഡലത്തിൽ BJPയുടെ മുന്നേറ്റം കുറച്ച് നന്നായിട്ട് പോകുന്നുണ്ട്. പക്ഷേ പ്രഭാരം ജയിക്കാൻ തന്നെയാണ് സാധ്യത എല്ലാം കൊണ്ടും. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ ഭൂരിപക്ഷം ഉണ്ടാവില്ല എന്നാണ് ഇപ്പോഴത്തെ നമ്മളെ പ്രവചനം. ഇങ്ങനെയാണ് പോകുന്നത്. കേരളത്തിൻ്റെ കാര്യത്തിൽ ഭരിക്കുക എന്ന് പറഞ്ഞാൽ എന്തായാലും UDF നല്ല മുന്നേറ്റം ഉണ്ടാവും, അതുറപ്പാണ്. കാരണം എന്താ വെച്ചാൽ ജനങ്ങൾ അതിന് മാത്രം ഇതായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ ഈ ക്ഷേമ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അവർ കൊടുക്കുന്നത് കൊണ്ട് ഇനിയിപ്പോൾ ജനമനസ്സറിയാൻ നമുക്ക് പഴയ ആളുകളുണ്ടല്ലോ. പക്ഷേ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡൊന്നും അങ്ങനെയല്ല. ഇപ്പം നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരൊക്കെ വളരെ മാറ്റത്തിലാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ആര് ഭരിക്കായാലും വലിയ ഭൂരിപക്ഷം കഴിഞ്ഞ പ്രാവശ്യത്തെ മാതിരി 99, 100 ഇവരി ഭരണം 110, 100 ആർക്കും ഉണ്ടാവില്ല. അങ്ങനെ സീറ്റ് പിടിക്കാനൊന്നും കഴിയില്ല കേരളത്തിൽ. അത് ജനമനസ്സറിയ തന്നെ വേണം. പക്ഷേ ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ച് നോക്കിയാൽ ഒരു നിലവിൽ പിന്നെ ഭൂരിപക്ഷം ഉണ്ടാവുക LDF തന്നെ ആണോ എന്നുള്ളൊരു സംശയമാണ് ബാക്കി നിൽക്കുന്നത്. അതാണ്. ഓക്കെ.